ഞാൻ വേണ്ട അറിഞ്ഞായിരുന്നാ? നമ്മുടെ 10 ഏക്കറിലെ പാറമട വെച്ച് ലിംഗത്തെ പ്രേതം പിടിച്ചെന്നോ ആസിഡ് ഒഴിച്ചതൊക്കെ കേട്ടല്ലോ. ലിംഗം? ഏത് ലിംഗത്തെ? അണ്ണാ, നമ്മുടെ ചൊക്ക് ലിംഗം. അണ്ണാച്ചിയെ. അണ്ണാച്ചിയെ? അതിനവന്റെ അച്ഛൻ എടുത്ത് കാരണം അമ്മ തമിഴായിട്ട് കയറിയല്ലേ? അതുകൊണ്ട് എന്ത് പറ്റി? അവന് മലയാളം അറിയത്തില്ല, തമിഴും അറിയത്തില്ല, രണ്ടും കൂടെ ചേർന്ന് തമിഴാളി. എന്നിട്ട് എന്തായി? ഓ, എന്താവാൻ, 2 ദിവസം മുന്നേ അവന്റെ ഭാര്യ കേസ് കൊടുക്കാനോ മറ്റോ പോകുന്നുണ്ട്. ഓഹോ, നമ്മുടെ പോലീസ് സ്റ്റേഷനിലോ? കൊലപാതകം ആത്മഹത്യ കൊലപാതകക്കുന്ന ടീമാ. അത് പോയിന്റ്. അത് ശരിയാ. ഇന്നലെ നമ്മളെ മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് ബസിനെ കണ്ട് മേളിലോട്ടൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ നടക്കും. നടന്നാ മതിയായിരുന്നു. അടുത്ത ഇനി ആരാണാവോ വരാൻ പോണത്. ഹലോ, താനിപ്പോ എവിടാടോ? അവിടെ നിൽക്ക്, ഞാൻ താ എത്തി. വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല സാർ, 10 മിനിറ്റ് ആയോ? ശരി. ഇതാ ക്യാഷ് ഷീറ്റ്, ഇത് വെച്ചോളൂ. ഓക്കെ സാർ. ഇതൊരുമാതിരി കുഴഞ്ഞു പറഞ്ഞ കേസാണല്ലോ സാർ. പോലീസിൻ്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴൻ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് അയാളെ ആരോ പിന്തുടർന്നു, അയാളുടെ സൈക്കിളിൽ ആരോ മോട്ടിച്ചുകൊണ്ട് പോയെന്നോ, മുഖത്ത് ആസിഡ് ഒഴിച്ചു എന്നൊക്കെയാണ്. പക്ഷേ നാട്ടുകാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രേതവും ഭൂതവും വിശ്വാസമൊക്കെ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് ഒരു സിഗരറ്റ് വലിച്ചിട്ട് പോയാലോ? സാർ. ഇല്ല വേണ്ട സാർ. തന്നോട് ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞ കാര്യം എന്തായി? സാർ, കേസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ തന്നെ ഞാനൊന്ന് അന്വേഷിച്ചായിരുന്നു സാർ. അത് പൊതുവേ ആളൊഴിഞ്ഞൊരു ഏരിയ ആണ്. പിന്നെ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അത് പണ്ട് ഹോം സ്റ്റേയോ മറ്റോ ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പൂട്ടിക്കിടക്കുക. ഏകദേശം ഒരു 10-15 ഏക്കറുണ്ട്. ഒരു ഭാഗത്ത് പാറമടയും കുറേ റബ്ബർ എസ്റ്റേറ്റും ഒക്കെയാണ്. മൊത്തത്തിൽ ഒരു വിജനമായ സ്ഥലമാണ് സാറേ അത്. അപ്പോൾ താൻ പറഞ്ഞു വരുന്നതും അവിടെ പ്രേതം പിശാചുകളൊക്കെ ഉണ്ടെന്ന് തന്നെയാണല്ലേ? അല്ല സാർ, വർഷങ്ങൾക്ക് മുന്നേ അവിടെ കുറേ മർഡറുകൾ നടന്നിട്ടുണ്ട് സാർ. എന്നിട്ട് യാതൊരുവിധ അന്വേഷണം ഉണ്ടായില്ലേ? അന്വേഷണമൊക്കെ നടന്നു സാർ. പക്ഷേ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനൊന്നും ആയില്ല. ഒന്നിനും ഒരു തെളിവുമില്ല സാർ. പിന്നെ നാട്ടുകാരും പറഞ്ഞു പ്രേതവും ഭൂതവും പിശാചെന്നൊക്കെ. അപ്പം നമ്മുടെ പോലീസോ? നമ്മുടെ പോലീസല്ലേ സാറേ, അവരത് ആത്മഹത്യ എന്ന് പറഞ്ഞ് കേസ് ഫയൽ ക്ലോസ് ചെയ്തു. സാർ, ഈ ഭാഗത്ത് എവിടെയാണ് അയാളുടെ വീട്? സാറിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആളുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയും? അതൊക്കെ പോട്ടെ, എന്തായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോകാം. ശരി സാർ. ചേട്ടാ, ഒരു സിഗരറ്റ്. എടുത്തോ, എന്റെ കയ്യിൽ വെള്ളം. ഓക്കേ. എന്റെ പൈസ തന്നിട്ട് പോണ കള്ളപ്പായ. ഇതിപ്പോ സ്ഥിരം പരിപാടിയാ.
സാധനം മേടിച്ചിട്ട് പൈസ തരാം മുങ്ങക്കം. സിഗരറ്റിൽ കുറ്റിപ്പടക്കം വെച്ച് കൊടറ. ആ കടയിൽ നമുക്ക് ചോദിക്കാം സാർ. ആ താനൊന്ന് പോയി ചോദിക്കാം. ശരി സാർ. സാറെ വിളിക്കാം. ഞാൻ പോയി. ഡോ സാർ, അവന്റെ പേരെന്താ പറഞ്ഞേ? ചൊക്കലിംഗ് സാർ. ഞാൻ ചോദിച്ചിട്ട് വരാം. ചൊക്കലിംഗം. ചേട്ടാ ചായ ഉണ്ടോ? ഉണ്ടല്ലേ? സാറേ ചായ കുടിച്ചാലോ? ചേട്ടാ 2 ചായ, 1 മധുരം കുറച്ച് കടുപ്പം കൂടി. എവിടെന്ന് വരുന്നു? അല്ല, മുമ്പ് ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. എടാ രവിയെ, സരസമേര കൊച്ചുള്ള കല്യാണം അല്ലയോ ഇന്ന്? ഞാൻ അങ്ങോട്ടൊന്ന് പോയേച്ചും വരാം. ഓ ശരി രാമേണ്ട. ചേട്ടാ ഇവിടെ ഈ ചൊക്കലിംഗ് എന്ന് പറയുന്ന ആളില്ലേ, അയാളുടെ വീട് എവിടെയാ? സാറന്മാരെവിടെന്നാ? ഞങ്ങളൊരു കേസിന്റെ അന്വേഷണമായിട്ട് വന്നതാ. അയ്യോ സാറ് ക്ഷമിക്കണം, ആളറിയാതെ പറഞ്ഞു പോയതാ. അതൊന്നും കുഴപ്പമില്ല. ഇവിടെ അടുത്താണോ അയാളുടെ വീട്? സാറന്മാര് വരുന്ന വഴിക്കായിരുന്നു, ആ വളവിലായിരുന്നു. അത് കഴിഞ്ഞാൽ സാറന്മാര് താഴോട്ട് വന്നത്. ഓ, അപ്പൊ ഇനി തിരിച്ചു കൊണ്ടുവരുമോ? വേണ്ട വേണ്ട, ഇനി സാറ് മുന്നോട്ട് പോയിട്ട് നേരെ പോകുമ്പോൾ ഒരു ജംഗ്ഷൻ വരും. ആ ജംഗ്ഷന് 2 മതിലിനിടയൊക്കെ ഒരു വഴി അകത്തേക്കുണ്ട്. പക്ഷെ കാറൊന്നും പോവില്ല, ബൈക്കും സൈക്കിളും മാത്രമേ പോകൂ. സാറന്മാർ എങ്ങനെ വന്നേ? ഞങ്ങൾ ബൈക്കില്ല. ആ അപ്പം കുഴപ്പമില്ല. അവിടെ നിന്ന് പിന്നെ അധികം പോകേണ്ടി വരുമോ? ആ ഇല്ല, അത് നേരെ മുന്നോട്ട് പോയിട്ടൊരു ജംഗ്ഷൻ വരും. ആ ജംഗ്ഷനിൽ നിന്ന് വലതോട്ട് പോകുമ്പം ഒരു പഴയ വീടുണ്ട്. പിന്നെ സാറന്മാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ആണെങ്കിലും ചോദിച്ചാൽ ആ ജംഗ്ഷൻ ചോദിച്ചാൽ മതി. ആ സാറിന് ചായ കൊടു. സാർ ചായ ചോദിച്ചായിരുന്നോ? ചോദിച്ചു, ഇവിടെ അടുത്താണ് സാർ. ചേട്ടാ എത്ര ചേട്ടാ? 2 ചായ 1 സിഗരറ്റ്. അത് കുഴപ്പമില്ല സാർ. ഇല്ല പറഞ്ഞോ. അത് കുഴപ്പമില്ല സാറേ. അല്ലല്ല പറഞ്ഞോ. 30. അപ്പോൾ ഓക്കെ, വളരെ ഉപകാരം. ശരി ശരി ശരി. സാർ നമുക്കുണ്ടെങ്കിലോ? ആ ശരി. ഡോ, അയാളുടെ വീട്ടിൽ പോകാനുള്ള വഴിയെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയല്ലേ അല്ലേ? ആ ഇവിടെ നിന്ന് കുറച്ചുകൂടുള്ളൂ സാർ. എന്നാ പാടോ സാർ കയറി. സാർ നിർത്തരുത്, ഇവിടെ ചോദിക്കും. ആ പോയി ചോദിച്ചിട്ടോ. ചേട്ടാ ഇവിടെ ഈ ചൊക്കലിംഗ് എന്ന് പറയുന്ന ആളുടെ വീട് ഏതാണ്? ഓ ഇവിടെ അടുത്ത് തന്നെ. എന്റെ വീട് അതിന്റെ അപ്പുറത്ത് തന്നെ. പക്ഷെ വണ്ടിയും വെള്ളമൊന്നും പോകില്ല, കുറച്ച് നടക്കണം. ആ നമുക്ക് നടക്കാം സാറേ, നമുക്കിവിടെ അടുത്താണ്, കുറച്ച് നടന്നാലോ? പിന്നെന്താ, പോവാം. വാ പോവാം. ഡോ, ഈ ചൊക്കലിംഗ ആളെങ്ങനെയാ? അവനെന്താ ജോലി? അവ എല്ലാ ജോലിക്കും പോകും. പിന്നെ ഇതാ ഇവിടെ ഒരു ആറാണ്. പിന്നെ അവിടെ ശവന്തട്ടിപ്പാറ എന്നൊരു സംഭവമുണ്ട്. അപ്പൊ അവിടെ ഈ ജനങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ശവന്തട്ടിപ്പാറയിൽ തട്ടിക്കിടക്കാറുണ്ട്. അപ്പൊ അതവ ഇങ്ങനെ കരക്കെടുത്ത് ഏൽപ്പിക്കും. പോലീസുകാർക്ക് അതൊരു സഹായമാണ്. ഇതാണ് അവന്റെ ഇത്. പിന്നെ നല്ല മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം. സാറേ ചൊക്കലിംഗം നമ്മൾ വിചാരിക്കണ കണക്കൊന്നും അല്ല കേട്ടാ. സാറേ അതാണ് എന്റെ വീട് കേട്ടാ. ചൊക്കലക്കെതിരെ വീട് ഇതാണ് സാറേ. ആ ഓക്കെ. ചേട്ടാ അവിടെ ആളുണ്ടാവും? അയാളുടെ ഭാര്യ അവിടെ കാണും. ഓക്കെ ഓക്കെ. ഞാൻ മുന്നേ പോവാം സാർ.
അവിടെ ആരും നിൽപ്പുണ്ട്. ഹലോ, നിങ്ങളാണോ ഈ ഉഷ? അതെ സാറേ. നിങ്ങൾ ഈ ചൊക്കലിംഗത്തിന്റെ ആരാ? ഭാര്യയാണ് സാറേ. എന്താ കാര്യം? നിങ്ങളൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ അന്വേഷണമായിട്ട് വന്നതാ. അയ്യോ എൻ്റെ പൊന്ന് സാറന്മാരെ, വല്ലാത്ത കഷ്ടത്തിലാണ് ഞങ്ങളുടെ അവസ്ഥ. 2 പെൺകുട്ടികളും ഈ അമ്മയും പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നത്. ഞാൻ വീട്ടുവേലയ്ക്ക് പോയിട്ടാണ്. ഞങ്ങൾക്ക് നീതി കിട്ടണം സാറന്മാരെ. ഈ ചൊക്കലിംഗത്തിന്റെ യഥാർത്ഥ സ്ഥലം എവിടെയാ? അങ്ങ് രാജപാളയത്താ സാറേ. അയാളുടെ അച്ഛൻ അവിടെ നിന്ന് കല്യാണം കഴിച്ചത്. പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ അങ്ങായി. അയാളുടെ ചെറുപ്പകാലത്ത് തന്നെ അച്ഛനും അമ്മയും മരിച്ചുപോയി. പിന്നെ ഒറ്റയ്ക്കായിരുന്നു താമസമൊക്കെ? അല്ല സാറേ, അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അയാൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ ജോലിയും കാര്യങ്ങളുമായിട്ട് ഇവിടെ കൂടി. അപ്പോഴാണ് ഞാനുമായിട്ട് ഇഷ്ടത്തിലായത്. പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി. 2 കുട്ടികളുമായി. വല്ലാത്ത കഷ്ടത്തിലാണ് സാറേ ഞങ്ങളുടെ കാര്യം. ഈ പരാതി പറഞ്ഞിരിക്കുന്ന ദിവസം രാത്രി എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയോ? അന്ന് രാത്രി ജോലിയും കഴിഞ്ഞ് അയാൾ സൈക്കിളിൽ വരുമ്പോൾ അയാൾ പ്രേതത്തിനെ കണ്ടെന്നോ അയാളെ പ്രേതം ഓടിച്ചെന്നോ പിന്നെ എന്തൊക്കെയോ എടുത്തൊഴിച്ചെൻ്റെ സാറേ. ആസിഡായിരുന്നു സാറേ. ഇത്ര ഒരു സൈഡ് പൊള്ളി. നിങ്ങളുടെ ഈ കാര്യം ഇത്ര വ്യക്തമായിട്ട് ആരാ പറഞ്ഞത്? അങ്ങേര് തന്നെ സാറേ. അയാളോ? യു മീൻ ചൊക്കലിംഗം? അതെ സാറേ. ആ സംഭവത്തിന് ശേഷം അങ്ങേര് മുറി വിട്ട് പുറത്തിറങ്ങാറേ ഇല്ല. ആരോടൊന്നും മിണ്ടാറുമില്ല. ഒന്ന് കാണാൻ പറ്റുമോ അയാളെ? അതിനെന്താ സാറേ, അയാൾ ആ മുറിയിലുണ്ട്. ശരി, നമുക്കൊന്ന് കണ്ടോളാം സാർ. ചൊക്കലിംഗം, ചൊക്കലിംഗം. ചൊക്കലിംഗം, ചൊക്കലിംഗം. ചൊക്കലിംഗം, പറയുന്ന കേൾക്കൂ. ഞങ്ങള് കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. താൻ പേടിക്കണടോ, നമുക്ക് എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. താൻ ഞങ്ങളോടൊന്ന് സഹകരിക്കണം. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ചൊക്കലിംഗം, ചൊക്കലിംഗം, വാ പുറത്ത് നിന്ന് സംസാരിക്കാം. വാ പുറത്ത് നിന്ന് സംസാരിക്കാം. വരണം. ആ വാ. ഈ കേസിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ എടുത്തായിരുന്നു. ഇനി അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ തന്റെ സഹകരണം നമുക്ക് ആവശ്യമാണ്. കുറച്ചുപേരെ ഞങ്ങൾ ചോദ്യം ചെയ്തു, പക്ഷേ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല. പിന്നെ ഐ വിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് താൻ ഞങ്ങളടുത്ത് സഹകരിച്ചേ പറ്റും. ചൊക്കലിംഗം, സത്യത്തിൽ അവിടെ നിന്ന് എന്താണ് സംഭവിച്ചത്? ஐயா, நான் ராத்திரி வேலை முடிச்சிட்டு வரும்போது பே மாதிரி ஒரு கருத்த ரூபம் என் பின்னால வந்துட்டு நான் அங்க இருந்து தப்பிச்சு ஓடிட்டேன். என் பின்னால வந்த என்ன பிடிச்சு என் கழுத்து சங்கலை எல்லாம் போட்டு என்ன இருக்கிட்டேன். என் கழுத்தெல்லாம் வலிச்சு நான் தண்ணி கேட்டேன். அப்பதான் ஒரு போட்டிலிருந்து என்னவோ ஒரு சாதனை ஊத்திட்டேன் முகத்து. அதுக்கப்புறம் என் மூஞ்சி இப்படி ஆயிட்டேன். நான் அவரை காலி வீடு கெஞ்சி அவரு கேட்கல. அவனை நான் விடமாட்டேன் அவனை நான் விடமாட்டேன் അവനെ. ചൊക്കലിംഗം, നിയമമൊന്നും ആർക്കും കയ്യിലെടുക്കാൻ കഴിയില്ല. അതൊക്കെ ചോദിക്കാനാണ് ഞങ്ങളുടെ ഉള്ളത്. സാറെന്താന്ന് വെച്ചാൽ സാറിന്റെ വഴിക്ക് പോകും, വഴിക്ക് പോകും.